ഹലോ ഗൈസ്, അപ്പോൾ ഒരു ലോങ് വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനും എൻ്റെ ഫാമിലിയും കൂടെ ഹോസ്പിറ്റലിലും കുറച്ച് കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഇതിലാണ് നമ്മുടെ മസ്റ്റ് ട്രൈ ഐറ്റം കുക്കീസിൻ്റെ റെസിപ്പിയൊക്കെ ഉള്ളത്. അപ്പോൾ എല്ലാവരും എന്തായാലും വീഡിയോ ഫുള്ള് കാണണം. അപ്പോൾ ഇതിൻ്റെ അനിയത്തിൻ്റെ എടുക്കലാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ മെയിനായിട്ട് പറയുന്നത് വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മൾ ഈ വാച്ചിൻ്റെ കടയിലാണ് വന്നത്. കാരണം അപ്പച്ചിൻ്റെ ഒരു വാച്ച് മേടിച്ചിട്ട്, പുതിയ വാച്ച് മേടിച്ചിട്ട് എപ്പോഴും കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ അതൊന്ന് ക്ലിയർ ആയിട്ട് അന്വേഷിക്കാൻ വന്നു. അത് കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങളൊരു ചായക്കടയിൽ കയറുക, ചായ കുടിച്ചിട്ട് ഇനി അടുത്ത പരിപാടി നോക്കാമെന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഈ മഞ്ചേരി ഹോസ്പിറ്റൽ റോഡിൽ വരുന്ന കോൾഡ് ബൂസ്റ്റിലാണ് കയറിയത്. ഒരു വട്ടം ഞങ്ങൾ ഇവിടെ കയറിയിട്ടുണ്ട്. ഇവിടെ പല ടൈപ്പ് പലഹാരങ്ങളുണ്ട്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേമാതിരി ഇഷ്ടമാണ് ഇവിടുത്തെ പലഹാരങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾ ഓരോരുത്തർ വേണ്ടതൊക്കെ ഓർഡർ ചെയ്തു. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ കയറി വെക്കുക. അപ്പോൾ ഞാൻ ബൂസ്റ്റാണ് പറഞ്ഞത്. പിന്നെ ഈ ഒരു കേക്ക് മാതിരി സാധനം അപ്പോൾ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ ഗൈസ്. നല്ല സൂപ്പറാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ എല്ലാം ടേസ്റ്റ് ചെയ്തിരുന്നു, എല്ലാം കൊള്ളാം. അപ്പോൾ ഈ കട എങ്ങനെയാണ് വരുന്നത്, താഴെ മേലെ ഇരിക്കാൻ സൗകര്യമായിട്ട് കോൾഡ് ബൂസ്റ്റാണെന്ന പേര്. പല പലഹാരങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ബൂസ്റ്റ് വന്നു, ബൂസ്റ്റും കുടിച്ചു. ബൂസ്റ്റും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കട വരുന്നത് നമ്മളെ മഞ്ചേരി ഹോസ്പിറ്റൽ റോഡിൻ്റെ അവിടെയാണ്. ഇനി നമ്മൾ നേരെ നമ്മളെ പരിപാടി ഹോസ്പിറ്റലിൽ പോവും. കണ്ടോ ഗൈസ്, ഇവിടെ ആകെ ബ്ലോക്കാണ്. ട്രാഫിക് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പെട്ടെന്ന് ആരും. അപ്പോൾ ഞങ്ങൾ ബെഡ് വെക്കുകയാണ്. ഞങ്ങളൊരു ചായ കുടിച്ചു. ഈവനിങ് ആയി ഞങ്ങൾ എത്തിയപ്പോൾ. അതെ, അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടില്ല കേട്ടോ. പോലീസൊക്കെ വെറുതെ നടക്കണ കേട്ടോ. അപ്പം ഞങ്ങളെ സൈഡിൽ ഇത് പറയണ്ട, പറഞ്ഞാൽ പിന്നെ നമ്മൾ വിടും. ഇപ്പുറത്തെ സൈഡ് ഫുൾ ബ്ലോക്ക്, വലിയ ബ്ലോക്കാണ്. ഇവിടെ എങ്ങോട്ടെങ്കിലും ആരെങ്കിലും മഞ്ചേരിയിലേക്കൊക്കെ വരാൻ കരുതുന്നുണ്ടെങ്കിൽ കുറച്ച് സമയം മുമ്പ് ഇറങ്ങുക. കരുതിയ സ്ഥലത്ത് അപ്പം എത്തണം എന്നില്ല. അവസാനം ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിട്ടോ. ബ്ലോക്കും കാര്യമൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തി. ഇവിടെയും തിരക്കൊക്കെയാണ്. അപ്പോൾ ഡോക്ടർ വരാൻ നേരം വൈകിയോണ്ട് തന്നെ എൻ്റെ അകിൻ്റെയും പണി ഇതായിരുന്നു കേട്ടോ. ഹോസ്പിറ്റലിൽ ഗെയിം കളിച്ചിരിക്കുക, കുറച്ച് വൈകിയിരുന്നു. അപ്പോൾ അതായിരുന്നു ഞങ്ങൾ രണ്ടാളും പണി. ഇപ്പോൾ ഹോസ്പിറ്റലും കാര്യങ്ങളും കഴിഞ്ഞ് എത്തിയപ്പോൾ രാത്രി ആയിട്ടോ. ഡോക്ടർ വരാൻ കുറച്ച് നേരം എടുത്തു. പിന്നെ ബ്ലോക്കും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾ സ്റ്റേ ആക്കുന്നത് ഞങ്ങൾ മഞ്ചേരിയിലുള്ള സെക്കീനമ്മായിയുടെ വീട്ടിലാണ്. അമ്മായി മഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലറാണ്. അപ്പോൾ ഇതാ ഞങ്ങൾ ഈ ഒരു സമയത്താണ് എത്തുന്നത്. ഹലോ ഗായ്സ്, അപ്പോൾ രാവിലെ ആയി, ചായ കുടിച്ചു. നമുക്കിങ്ങനെ ലോങ് വീഡിയോസ് അങ്ങനെ എങ്ങനെ ചെയ്യണമെന്നൊന്നും അറിയില്ല, വലിയ ഐഡിയ അല്ല. അപ്പോൾ ഒരു രീതിക്കാണ് ചെയ്യണേ. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കമൻ്റ് ഇടുക, പിന്നെ ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മൾ ഓരോ വീഡിയോസിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നന്നാക്കാൻ ശ്രമിക്കും. അപ്പോൾ ഞാൻ പുറത്തു കൂടെ ഇങ്ങനെ നടക്കിയിരുന്നു. എനിക്ക് ഇൻറ്റേൺഷിപ്പിൻ്റെ ലീവാണ്, ഞാൻ അതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇൻറ്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വ്ളോഗൊക്കെ വേറെ വരും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇടയ്ക്ക് പേജ് ചാനലൊക്കെ ഒന്ന് കയറി നോക്കുക. അപ്പോൾ നമ്മളൊരു ഈവനിങ് ആകുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അമ്മായിൻ്റെ വീട്ടിൽ നിന്ന്. അപ്പോൾ അവിടെ നിന്ന് വേറെ വ്ളോഗും കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. അപ്പോൾ നമ്മളെ ബാഗ് ചെറുതായിട്ട് പൊട്ടിയിരുന്നേ. അപ്പോൾ അതിൻ്റെ പിന്ന് മേടിക്കാൻ ഹൈപ്പർ മാർക്കറ്റിൽ കയറിയപ്പോൾ എനിക്ക് എന്തായാലും ഒരു ബ്രൗണി വീഡിയോ വരുന്നുണ്ട്, ഈസി ബ്രൗണി വീഡിയോ. എന്തായാലും നിങ്ങളെ എടുത്ത് കാണണം. അപ്പോൾ അതിനുള്ള കാര്യങ്ങളും ചോക്ലേറ്റും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടി എടുത്തു. അപ്പോൾ അതിനുള്ള കൊക്കോ പൗഡറും ബട്ടറും എല്ലാമാണ് മേടിച്ചത്. അപ്പോൾ അതെന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ കാണാം. അത്ര ഈസി ഒരു റെസിപ്പിയാണ് ബ്രൗണീൻ്റെ. പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ബസ് സ്റ്റോപ്പിലെത്തിയപ്പോൾ നമുക്കുള്ള ബസ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം മേടിച്ച് കഴിഞ്ഞു. അപ്പോൾ തന്നെ ഞാനും ആകെ മഞ്ചൊക്കെ മേടിച്ചത് എടുത്ത് കഴിക്കാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ അത് കറക്റ്റ് ടൈമിങ്ങിലാട്ടോ നമുക്കുള്ള ബസ്സും ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ വീട്ടിലെത്തിയിട്ട് ഞാൻ നൈറ്റ് ചപ്പാത്തിയും നമ്മുടെ മെച്ചിൻ്റെ അടിപൊളി ഒരു വെജിറ്റബിൾ കുറുമ അതും ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു. നല്ലപോലെ കഴിച്ചിട്ട് പിന്നെ കിടക്കാൻ പോയി. വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതാ നെക്സ്റ്റ് ഡേ നമ്മുടെ സിമ്പിൾ ഹെൽത്തി കുക്കീസിൻ്റെ റെസിപ്പിയാണ്. ഉമ്മ വെക്കുന്ന ഒരു അടിപൊളി ഈസി കുക്കീസാണ്. ഇതെന്തായാലും നിങ്ങൾ കാണുക, കണ്ടിട്ട് ഇതെന്തായാലും ട്രൈയും ചെയ്യുക. അത്ര ടേസ്റ്റിയാണ്, കടയിൽ നിന്ന് മേടിക്കുന്ന അതേമാതിരിയാണ്. അപ്പോൾ ഇതിന് ശർക്കര, പിന്നെ നട്ട്സ്, പാല്, ബട്ടർ,
ഓട്സ്, ഗോതമ്പ്, ഇത്രയും ഐറ്റംസാണ് ഇതിന് വേണ്ടത്. നിങ്ങൾക്ക് ശർക്കര യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ പഞ്ചസാര ഷുഗർ യൂസ് ചെയ്യാം, ഇഷ്ടമുള്ള മാതിരി എടുക്കാം. അപ്പോൾ ഇത്ര ഐറ്റംസ് ഉള്ളൂ ഇതിന് വേണ്ടത്. ഏതെങ്കിലും ഇല്ലെങ്കിൽ നിങ്ങൾ മേടിച്ചിട്ടെങ്കിലും ഇത് ട്രൈ ചെയ്യണം, അത്ര ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് ശർക്കര നല്ലപോലെ പൊടിച്ചിട്ടെടുക്കണം. അപ്പോൾ ശർക്കര ഒരു ബൗളിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ബട്ടറാണ് എടുക്കുന്നത്, ഹാഫ് ബട്ടർ, ഇതിൻ്റെ ഒരു ഹാഫ് എടുക്കുക. അപ്പോൾ നിങ്ങൾ ബട്ടർ മേടിക്കുമ്പോൾ ഉപ്പില്ലാത്ത ബട്ടർ മേടിക്കാൻ നോക്കണം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അത് വരണം, നല്ലപോലെ മിക്സ് ചെയ്ത് ഇങ്ങനെ ഒരു രൂപത്തിലെത്തണം. അടുത്തതായിട്ട് നമ്മൾ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇത്തിരി ആഡ് ചെയ്യുക, പിന്നെ നല്ലപോലെ മിക്സ് ചെയ്യുക. അങ്ങനെ ഇതെല്ലാം ആഡ് ചെയ്തിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇനി നമുക്ക് ഓട്സാണ് വേണ്ടത്. 1 കപ്പ് ഓട്സാണ് വേണ്ടത്. അതിൽ 1/2 കപ്പ് നമ്മൾ ഇങ്ങനെ ചേർത്ത് കൊടുക്കണം. ബാക്കി നമ്മൾ പൊടിച്ചിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ നേരത്തെ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ബാക്കിയുള്ളത് പൊടിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇതാ നമ്മളെ അടുത്തുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ കയ്യിലുള്ള നട്ട്സൊക്കെ ചേർക്കാം, പിസ്ത, ബദാം. പിന്നെ നമ്മൾ 1/2 കപ്പ് പാലെടുത്തിട്ട് ഇത്തിരി ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി മനസ്സിലാവും പാൽ എത്ര വേണമെന്ന്. അപ്പോൾ അതിനനുസരിച്ച് ഒഴിച്ചിട്ട് നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. ഇനി നല്ല രീതിക്ക് നമുക്ക് ആ ഒരു ടെക്സ്ചർ കിട്ടണം കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളൊന്ന് മിക്സ് ചെയ്യണം. അങ്ങനെ ലാസ്റ്റ് നമുക്ക് ഇങ്ങനെ ഒരു ടെക്സ്ചറായിട്ട് കിട്ടും. അപ്പോൾ ഇത് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കുഴച്ചെടുക്കാൻ നമുക്ക് എടുത്തു വെച്ച അത്രയും പാൽ വേണ്ടി ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. ഒരു 1/4 കപ്പ് വേണ്ടി വന്നിട്ടുള്ളൂ. നമ്മൾ കുറേശ്ശെ യൂസ് ചെയ്തിട്ട് കുഴച്ചാൽ നമുക്ക് അതിൻ്റെ പാകം കിട്ടും. ഇതൊരു 5 മിനിറ്റ് നമുക്കവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഓരോരോ കുക്കീസായിട്ട് ഇവിടെ റെഡി ആയി വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കുക. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഓവൺ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇത് ഓരോന്നായിട്ട് റെഡി ആവുന്നുണ്ട്. ചെറിയൊരു ഷേപ്പിന് വേണ്ടി ചെയ്യുന്നതാണ്, വേണമെന്നില്ല, പിന്നെ വെറുതെ ഒരു ഡിസൈൻ മാതിരി നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കിത് ഓവനിൽ വെക്കാം. അപ്പോൾ അതാട്ടോ ഇനി ഓവനിൽ വെക്കുന്ന പരിപാടിയേ ഉള്ളൂ. ബാക്കിയെല്ലാം റെഡിയായി. അത്ര സിമ്പിളായിട്ട് ഈവനിങ് സ്നാക്കായിട്ട് നമുക്ക് തയ്യാറാക്കാം. ഇപ്പോൾ വെക്കേഷനൊക്കെ അല്ലേ, അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. അപ്പോൾ നമ്മുടെ ഓവൻ പ്രീ ഹീറ്റഡായി. ഇനി നമുക്ക് നമ്മൾ കുക്കീസ് വെച്ച് കൊടുക്കാം. അറിയാത്തവരുണ്ടെങ്കിൽ ഇത് എങ്ങനെയാണെന്ന് ഇപ്പോൾ പറഞ്ഞു തരാം. 180 ഡിഗ്രി സെൽഷ്യസിൽ ഈ ഫംഗ്ഷനിലാണ് വെക്കേണ്ടത്. താഴെ മുകളിൽ ഒരുപോലെ ചൂടാവുന്ന ഫംഗ്ഷനിൽ 20 മിനിറ്റ്. അപ്പോൾ കറക്റ്റായാലോ. അപ്പോൾ ഇങ്ങനെ വെക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ കുക്കീസ് വെച്ചു കേട്ടോ. ഇനി ഇതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇതാ കുറച്ചൊക്കെ റെഡിയായി വന്നു കേട്ടോ. എന്തൊരു തര വെക്കൽ തുടങ്ങി. അതെ. അപ്പോൾ ഇതിക്ക് നല്ലൊരു കട്ടനും കൂടി ഇടട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ കുക്കീസൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ആഹാ. അപ്പോൾ നമ്മുടെ ഈ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടെക്സ്ചറിലും അതേ ഇതിൽ പൊന്തിയിട്ടും അതേ ടെക്സ്ചറൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളത് എന്തായാലും മിസ് ചെയ്യരുത്. ഈ ഈസി സ്നാക്ക് ഈ വെക്കേഷനിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ എങ്ങനെയുണ്ടെന്ന് കമൻ്റ് ഇടുക. അപ്പോൾ നമ്മളെ കുക്കീസ് അടിപൊളിയായി. അപ്പോൾ നമ്മുടെ ഈവനിങ് അടിപൊളി ഈസി ഹെൽത്തി സ്നാക്കായിട്ടുള്ള ഈ കുക്കീസ് ഇവിടെ റെഡിയായി. ഇത് ഫേക്കല്ല, അത്രയും ടേസ്റ്റാണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റുള്ള കുക്കീസാണ്. അത് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാം. അപ്പോൾ എല്ലാം വെക്കേഷനൊക്കെ അല്ലേ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. എനിക്കിതാ ചായ ഉണ്ടാക്കിട്ടോ. അപ്പോൾ ഈ ചായയിൽ ഡിപ്പ് ചെയ്ത് കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാ നല്ല ക്രിസ്പ്. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അത്രയും സിമ്പിളും അത്ര ടേസ്റ്റുമാണ് കേട്ടോ. നല്ല ടേസ്റ്റാണേ. അപ്പോൾ ഈ ചായയിലും ഡിപ്പ് ചെയ്ത് കുടിച്ചു നോക്കാം.
ക്രിസ്പായിട്ടുണ്ട്. ഞാൻ ഒന്ന് ആസ്വദിച്ച് ചായ ഉണ്ടാക്കുന്ന കുടിക്കട്ടെ. സിമ്പിളായിട്ടാട്ടോ അത് ഉണ്ടാക്കാൻ, നല്ല സിമ്പിളാണ്. അപ്പം എല്ലാവരും ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ഒന്ന് ചോദിച്ചു നോക്കിയാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതാണ്. അപ്പം അത്ര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റണം. ആരും ഈ വെക്കേഷനിൽ ഇത് ഉണ്ടാക്കാതെ പോലെ എന്തായാലും ട്രൈ ചെയ്യാം. നമ്മൾ കുക്കീസ് നല്ല ക്രിസ്പായിട്ട് നിങ്ങൾ തന്നെ കണ്ടില്ലേ, ഇത്ര ഈസി ആയിട്ട് ഇത്ര ടേസ്റ്റുള്ളത് ഉണ്ടാക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. പിന്നെ ഞങ്ങൾ ചായ കുടിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട കമൻറ്റ് എന്തായാലും ഇടുക, ലൈക്കും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.